കാറുകൾ തമ്മിൽ തട്ടിയതിനെ തുടർന്ന് അലനല്ലൂരിലുണ്ടായ സംഘർഷങ്ങൾക്കിടെ കാർ വാഷ് സ്ഥാപന ഉടമയ്ക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ നീതി ലഭ്യമാക്കണമെന്ന് ആവശ്യം. നിയമപരമായ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് സ്ഥാപന ഉടമ ഷെബിൻ പറഞ്ഞു. നാട്ടുകാൽ പോലീസിൽ പരാതി നൽകിയെങ്കിലും കേസെടുക്കാൻ ആരും തയ്യാറായിട്ടില്ല. സാക്ഷിയാക്കാമെന്നാണ് അറിയിച്ചത്. എന്നാൽ കേസെടുക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിന്നതോടെ SHO ഭീഷണിപ്പെടുത്തിയെന്നും ഷെബിൻ ആരോപിക്കുന്നു. ജില്ലാ പോലീസ് സൂപ്രണ്ടിന് പരാതി നൽകിയതോടെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതെന്നും ഷെബിൻ പറഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെയും സ്ഥാപനത്തിനെതിരെയും തെറ്റായ പ്രചരണങ്ങൾ നടക്കുന്നുണ്ടെന്നും ഷെബിനും കേരള കോൺഗ്രസ് യൂത്ത് ഫ്രണ്ട് ജില്ലാ പ്രസിഡന്റ് കളത്തിൽ റയീസും ജെയിംസ് ജോർജ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പിന്നെ കടക്കുള്ളിലെ CCTV ഉണ്ട്. അതിന്റെ വിഷ്വൽസുകളുണ്ട്. പോലീസ് കൂട്ടത്തിൽ ഇതും കൂടി തീർക്കട്ടെ എന്ന രീതിയിലാണ് അവർ പെരുമാറുന്നത്. ഇത് താലൂക്ക് ഹോസ്പിറ്റൽ റെസിപ്റ്റ് അതും തരാൻ തയ്യാറാണ്. അത് നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് നേരെ തിരിക്കും. ഈ മൊത്തം കേസ് തിരിഞ്ഞു പോകും. ഈ കടയിലല്ലല്ലോ ഈ സംഭവം നടന്നിരിക്കുന്നത്. ആദ്യം ഇവിടെ നടന്നത് ഒരു സ്വകാര്യ ഹോട്ടലിന്റെ മുന്നില്. അവിടുന്ന് എന്താണ് നടന്നിട്ടുള്ളതെന്നുള്ള വിവരം ആദ്യം എടുക്കും. അത് ആരും പറഞ്ഞിട്ടില്ല. അവിടെ എന്താ നടന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ആയിരിക്കും അവര്. വണ്ടി രണ്ടിടിച്ചു, എങ്ങനെ ഇടിച്ചു, അവിടെ സംഭവിച്ചത് എന്താണ്, ഇവരെങ്ങനെ ഇവിടെ എത്തി, അതൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഇന്നലെ ഒരാൾ പറഞ്ഞിട്ട് വിളിച്ചു വരുത്തിയതാണ്. ആ വിളിച്ചു വരുത്തിയതിന് രേഖ പോലും സമർപ്പിക്കണ്ടേ? പിന്നെ വണ്ടികൾ തമ്മിൽ തട്ടിയതിന്റെ പേരിൽ അത് ആ കേസിന് രണ്ടുപേരും ന്യായീകരിക്കാനല്ല ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾക്ക് സംഭവിച്ച ഈ പ്രശ്നം ഞങ്ങൾ നേരിട്ട ഹറാസ്മെന്റും അത് വിശദീകരിക്കാൻ വേണ്ടി മാത്രമാണ്. ഞങ്ങൾക്ക് നീതി ലഭിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ്. നീതി ലഭിച്ചത് ഞങ്ങൾ നീതി ലഭിക്കാൻ ഈ കോടതിയിൽ ഏത് ഞങ്ങൾ പോകും. പക്ഷെ ഈ രീതിയിൽ തന്നെ മറ്റേ കേസും അന്വേഷിച്ച് ഈ SHO അന്വേഷിച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഞങ്ങൾക്കെതിരെ നിൽക്കുന്നവർക്ക് ആ പ്രശ്നം അവരെയും ബാധിക്കും. ഇത് സത്യസന്ധമായിട്ട് അന്വേഷിക്കും ഞങ്ങൾക്ക് ഒരു ഉറപ്പുമില്ല. അപ്പൊ അത് SP-ന്റെ നേതൃത്വത്തിൽ സത്യസന്ധമായി അന്വേഷിക്കുന്ന ഉറപ്പുവരുത്താനും കൂടിയാണ് ഞങ്ങളെ ഈ പ്രസ് മീറ്റ് വിളിച്ചിട്ടുള്ളത്.